2 കിലോ ചിക്കൻ വാങ്ങിച്ചത് ഞാനൊരു നാടൻ ചിക്കൻ കറി ഉണ്ടാക്കാനാണ്. അപ്പോൾ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് 2 ടേബിൾ സ്പൂണാണ് ഞാൻ ഒഴിച്ചത്. അത് കാഞ്ഞ് വന്നപ്പോൾ ഞാൻ അതിലേക്കൊരു 3 സവോള നൈസായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി മുരിച്ചെടുക്കാനാണ് ഞാൻ പോണത്, അങ്ങനെ വെക്കാനാണ്. അപ്പോൾ അത് ഒരുവിധം മുരിഞ്ഞ് വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, ഈ 3ഉം കൂടി നന്നായി പച്ചമണം പോണ വരെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒരു 4 അത്ര വലിപ്പമില്ല കേട്ടോ, ഒരു മീഡിയം ടൈപ്പ് വലിപ്പമുള്ള ഒരു 4 തക്കാളി ചെറുതായി അരിഞ്ഞത് നന്നായി ഇതിൽ വഴറ്റിയെടുക്കണം. നന്നായി ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കുക. അങ്ങനെ വഴന്നു വന്ന തക്കാളിയിലേക്ക് ഞാൻ 1 സ്പൂണ് മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായി പച്ചമണം പോണ വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി ഇളക്കട്ടെ. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും, 1/4 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഗരം മസാല ഇവിടെ പൊടിച്ചതാണ്, വീട്ടിൽ പൊടിച്ചതാണ്. ഞാനത് വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ചിക്കൻ മസാലയുടെ പോലെയല്ല, ഇത്തിരി കൂടി സ്ട്രെങ്ത്ത് കൂടിയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ 1/4 ടീസ്പൂൺ ഇട്ടത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പിട്ടു, ചിക്കനും ഇട്ടു, അതുപോലെ തന്നെ വേപ്പില ഇട്ട് കൊടുത്തു. അപ്പോൾ വേപ്പില കുറച്ചധികം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അടിയിൽ നിന്ന് ഇളക്കി യോജിപ്പിക്കുക. വെള്ളമൊന്നും ചേർക്കണ്ട. എനിക്ക് ചപ്പാത്തിയിലേക്ക് കഴിക്കാനുള്ളതാണ്. അടച്ച് വെച്ച് വേവിക്കുക. ഒരു നാടൻ ചിക്കൻ കറിയാണ്, പക്ഷെ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മൾ സബോളയൊക്കെ മൊരിക്കുമ്പോൾ ആൾക്കാർ സാധാരണ രീതിയിൽ സൺഫ്ലവർ ഓയിലാണ് എടുക്കുക. പക്ഷെ ഇപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലുണ്ട്, ഇല്ലാണ്ടല്ല, പക്ഷേ ഞാനത് എടുക്കുന്നില്ല. കാരണം ഇത്തിരി ഒരു ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടുണ്ട്, കൊച്ചുള്ളതല്ലേ. അപ്പോൾ അങ്ങനെ മൂടിയിട്ട് നമുക്ക് വേവിക്കാം. അങ്ങനെ മൂടി വെന്ത് വന്ന നമ്മുടെ ചിക്കൻ കറിയാണ് ഇത്. വളരെ ടേസ്റ്റിയായ കറിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.